Hi children, chapter 5 continuity and differentiability. ഇതിലെ ഫോക്കസ് ഏരിയയിൽ കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, മീൻ വാല്യൂ തിയറം ഈ മൂന്ന് ടോപ്പിക്സ് ആണ് വരുന്നത്. കണ്ടിന്യൂറ്റി ആണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ ഡിഫറൻഷ്യബിലിറ്റി, മീൻ വാല്യൂ തിയറം എക്സ്പ്ലെയിൻ ചെയ്യും. കണ്ടിന്യൂറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നിട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ആ പോയിന്റിൽ. അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ മൂന്ന് തരത്തിലുള്ള ഫംഗ്ഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഫംഗ്ഷൻ തന്നതിന് ശേഷം സ്പ്ലിറ്റ് ചെയ്ത് തരും. എക്സ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, എക്സ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ അടുത്തതിൽ എക്സ് നോട്ട് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0. അടുത്ത ക്വസ്റ്റ്യനിൽ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതുപോലെ മൂന്ന് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്പ്ലിറ്റ് ചെയ്ത് തന്നേക്കുവാണ് ലെസ് ദാൻ എന്നും ഗ്രേറ്റർ ദാൻ എന്നും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് LHS ലിമിറ്റും RHS ലിമിറ്റും കണ്ടുപിടിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും കണ്ടുപിടിക്കുന്നു. ആ പോയിന്റിൽ ഇവിടെ ഏതാണോ പോയിന്റ്, ഇവിടെ പോയിന്റ് 2 ആണ്. ഈ പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റും കണ്ടുപിടിക്കുന്നു. അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ ഈ പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. 2 എന്ന് പറയുന്ന പോയിന്റിൽ. ബാക്കി പോയിന്റ്സ് ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയതിനാൽ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് എഴുതാം. ഇതാണ് ഒരു തരത്തിലുള്ള. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് നോട്ട് ഈക്വൽ ടു 0, ലെസ് ദാനെന്നും ഗ്രേറ്റർ ദാനെന്നും സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പം കണ്ടുപിടിക്കുന്നു. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റൊന്നും റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റൊന്നും ഇല്ല. ലിമിറ്റ് കണ്ടുപിടിക്കുന്നു, ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നു, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നു. ഈ 0 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ 0 എന്നുള്ള പോയിന്റിലെ അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് എന്ന് നമ്മൾ എഴുതുന്നു. അപ്പോൾ അടുത്ത ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഒരു പോയിന്റ് മാത്രം എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും കണ്ടുപിടിക്കുന്നു. ഈക്വൽ ആണോ? സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യനിൽ ലിമിറ്റ് രണ്ട് ലിമിറ്റ് കണ്ടുപിടിക്കണം, LHS ലിമിറ്റും RHS ലിമിറ്റും. അപ്പോൾ ഇവിടെ എളുപ്പം ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇവിടെ ഈ പോയിന്റ് 2 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? 2 × 2 + 3 എത്രയാണ് ആൻസർ? 7. ഇനി ഈ 2 എടുത്ത് ഇവിടെ ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2 × എക്സിൻ്റെ വാല്യൂ 2 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്നത് -1 ആണ്. ഇവിടെ രണ്ടും കിട്ടുന്ന വാല്യൂ സെയിം ആണോ? ആണെങ്കിൽ രണ്ടും സെയിം ആണെങ്കിൽ കണ്ടിന്യൂസ് എന്ന് പറയും. ഇതാണ് എളുപ്പമാർഗ്ഗം. തന്നാൽ ഉടനെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഇത്. ഇനി സ്റ്റെപ്പൊക്കെ എഴുതിയിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അപ്പോൾ അടുത്തത് ഇവിടെ അതുപോലെ തന്നെയാണ്. 0 എന്നുള്ള പോയിന്റിലാണ്. ഇവിടെയും ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂയും കണ്ടുപിടിക്കുന്നു. ഫംഗ്ഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ സൈൻ വരുന്നിടത്ത് നിന്ന് കിട്ടുന്നതാണ് ഫംഗ്ഷൻ വാല്യൂ. ഈക്വൽ സൈൻ ഉള്ളിടത്ത് കൊടുക്കുക. ഇവിടെ എക്സിന് 0 എന്ന് കൊടുക്കുക. ഇവിടെ എക്സ് ഇല്ല, 1 എന്ന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ 1x എന്നായിരുന്നെങ്കിൽ നമ്മൾ എക്സിൻ്റെ സ്ഥാനത്ത് അവിടെ എന്ത് ചെയ്തേനെ? എക്സിൻ്റെ സ്ഥാനത്ത് വാല്യൂ കൊടുത്തേനെ. ഇപ്പോൾ ഇവിടെ നമുക്കതില്ല, 1 എന്ന് മാത്രമാണ്. അപ്പോൾ ആ 1 ആണ് ഇവിടുത്തെ വാല്യൂ. ഈ 0 എടുത്ത് ഇവിടെ കൊടുക്കുന്നു. അവിടെ നമുക്ക് എന്ത് കിട്ടും? 0⁴ + 5. അപ്പോൾ അവിടെ 5 കിട്ടി. അപ്പോൾ അവിടെ 5, ഈ 5ഉം ഇവിടെ കിട്ടിയ വാല്യൂവും 1 സെയിം ആണോ? ഇവിടെ സെയിം അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അങ്ങനെയാണ് എളുപ്പം നമുക്ക് ചെക്ക് ചെയ്യാവുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇവിടെ ഈ 1 ഇവിടെ കൊടുത്ത് കണ്ടുപിടിക്കുന്നു, അതുപോലെ ലിമിറ്റും കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എളുപ്പം മാർഗ്ഗത്തിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനാണ്, കോമ്പോസിഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ കോസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, x² എന്നൊരു ഫംഗ്ഷൻ, ഇത് രണ്ടിൻ്റെയും കൂടി കോമ്പോസിഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, കോസ് ഓഫ് x². അപ്പോൾ കോമ്പോസിഷൻ ഓഫ് 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ അഗെയിൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ എടുക്കുമ്പോൾ ആ കിട്ടുന്ന ഫംഗ്ഷൻ വീണ്ടും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു തിയറി വെച്ച് അല്ലെങ്കിൽ തിയറം വെച്ച് നമുക്ക് ഇതങ്ങ് എഴുതിയാൽ മതി. ഇവിടെ അതുപോലെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്നുള്ള ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ LHS ലിമിറ്റും RHS ലിമിറ്റും സെപ്പറേറ്റ് കണ്ടുപിടിക്കണം, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആണെങ്കിൽ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഇൻറ്റിജർ വാല്യൂസിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അത് സ്റ്റെപ്പ് എഴുതി ചെയ്യാനാണെങ്കിൽ രണ്ട് ലിമിറ്റും കണ്ടുപിടിക്കണം ഇവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനിൽ. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമിൻ വെദർ ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f(x) = 2x + 3 if x less than or equal to 2, 2x - 5 if x greater than 2 ഈസ് കണ്ടിന്യൂസ് ഓർ നോട്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ? കണ്ടിന്യൂസ് ആണോ?
കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമല്ല, മൊത്തത്തിൽ കണ്ടിന്യൂസ് ആണോ എന്ന് കൂടി നമുക്കിവിടെ എഴുതണം. അപ്പോൾ ഫസ്റ്റിലെ നമുക്കിവിടെ പ്രശ്നമുള്ള പോയിന്റ്, ഏത് പോയിന്റിലാണ് ഒരു പ്രശ്നമുള്ളത്? 2 എന്നുള്ള പോയിന്റാണ്. അപ്പോൾ ആദ്യമേ ഈ 2 എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നു, അല്ലാതെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. ലിമിറ്റ് കണ്ടുപിടിക്കുന്ന എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ 2 എടുത്ത് ഇവിടെ ഫംഗ്ഷനിൽ കൊടുക്കുന്നു. ഇത് ശരിയാണോ എന്ന് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് പറയാം. 2 എടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും? 2 × 2 + 3 7 കിട്ടും. ഈ 2 എടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ 2 × 2 - 5 നമുക്കിവിടെ എന്ത് കിട്ടും? -1. ഈ രണ്ട് വാല്യൂം സെയിം അല്ല. അതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നത് LHS ലിമിറ്റ്, ഇത് നമുക്ക് RHS ലിമിറ്റ്. അപ്പോൾ ഇത് രണ്ടും സെയിം അല്ലാത്തത് കൊണ്ട് കണ്ടിന്യൂസ് അല്ല എന്ന് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ സ്റ്റെപ്പൊക്കെ എഴുതി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒറ്റ സ്റ്റെപ്പിലാണ് നമ്മളിത് എഴുതിയത്. ഇനി അടുത്ത് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ സ്റ്റെപ്പൊക്കെ എഴുതണം. LHS ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ x = 2 ആണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ x < 2, റൈറ്റ് സൈഡ്. അപ്പോൾ അവിടെ ഉള്ളതിന് നമ്മൾ x > 2 എന്നാണ് പറയുന്നത്, 2ൽ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആദ്യമേ LHS ലിമിറ്റ് കാണാം. LHS ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 7. അപ്പോൾ അത് എങ്ങനെയാണ് സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ലിമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? LHS ലിമിറ്റിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്, ലിമിറ്റ്. അതാണ് ലിമിറ്റ് എഴുതുന്നത് നമ്മളിങ്ങനെയാണ്, x → 2 ഫംഗ്ഷൻ എഴുതും. ഇവിടെ ലിമിറ്റ് എഴുതുമ്പോൾ LHS ലിമിറ്റ് ആണെന്ന് അറിയാൻ വേണ്ടി 2ൻ്റെ മുകളിൽ ഒരു മൈനസും കൂടി ഇടും. അപ്പോൾ ലിമിറ്റ് x → 2 - f(x) എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ലിമിറ്റ് x → 2 - f(x). അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷനാണ് അവിടെ എഴുതേണ്ടത്. ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ ആദ്യത്തെ 2xa + 3. അപ്പോൾ അതെടുത്ത് എഴുതി 2xa + 3. അതിന് ശേഷം 2 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് വരും 2 × 2 + 3. ഈ ലിമിറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2 × 2 + 3. അപ്പോൾ ആൻസർ നമുക്ക് 7 കിട്ടും. അപ്പോൾ അതാണ് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തത്, 7 കിട്ടി. അപ്പോൾ LHS ലിമിറ്റ് കിട്ടി. ഇതുപോലെ നമുക്ക് RHS ലിമിറ്റ് കൂടി എഴുതണം. ഇവിടെ നമുക്ക് -1 ആണ് കിട്ടിയിരിക്കുന്നത്. സ്റ്റെപ്പൊക്കെ എഴുതി നമുക്ക് ചെയ്യാതെ. RHS ലിമിറ്റ് എന്നുള്ള സിമ്പിൾ ഇങ്ങനെയാണ്, ലിമിറ്റ്. സാധാരണ നമ്മൾ x → 2 f(x) എന്നാണ് എഴുതുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിലെ ആണെന്ന് അറിയാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ പ്ലസ് എന്നുള്ള സിമ്പിൾ ഇടുന്നു. അപ്പോൾ ലിമിറ്റ് x → 2 + f(x). അപ്പോൾ ലിമിറ്റ് x → 2 + f(x). ഇപ്പോൾ സിമ്പിൾ ഇടാൻ നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഈ സിമ്പിൾ ഇടണമെന്ന് നിർബന്ധമില്ല. RHS ലിമിറ്റ് എന്ന് എഴുതി ചെയ്താലും മതി. ലിമിറ്റ് x → 2. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ വേണം അവിടെ എഴുതിയത്. ഇത് 2x - 5 എന്നെടുത്ത് എഴുതി. ഈ 2 ഇവിടെ കൊടുക്കുക. 2 × x ഉള്ള സ്ഥാനത്ത് ഈ 2 കൊടുക്കുക. 2 - 5. അപ്പോൾ എന്ത് വരും? 4 - 5 -1 കിട്ടി. അപ്പോൾ ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ലിമിറ്റ് -1 ആണ്. ഇത് രണ്ട് സെയിം അല്ല. അപ്പോൾ നമുക്ക് എഴുതാം LHS ലിമിറ്റ് ≠ RHS ലിമിറ്റ്. അപ്പോൾ therefore ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് x = 2. x = 2ൽ അത് കണ്ടിന്യൂസ് അല്ല. നമ്മുടെ ക്വസ്റ്റ്യൻ x = 2ൽ മാത്രമല്ല, മൊത്തത്തിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 2x + 3ഉം 2x - 5ഉം ആണ്. അപ്പോൾ 2 എന്നുള്ള പോയിന്റിൽ നമ്മൾ കണ്ടുപിടിച്ചു, അത് കണ്ടിന്യൂസ് അല്ല. ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഏത് തന്നെ? 2x + 3 ആണ്, 2x - 5 ആണ്. ഇത് രണ്ട് പോളിനോമിയൽ ആയതിനാൽ കണ്ടിന്യൂസ് ആണ് എന്നൊരു ലൈൻ എഴുതി വെച്ചാൽ മതി. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല നമുക്ക് കിട്ടി. ലിമിറ്റ് രണ്ടും സെയിം അല്ല. 2ൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമുക്കിനി ബാക്കി പോയിന്റ്സിൽ ഇത് കണ്ടിന്യൂസ് ആണോ? ഫംഗ്ഷൻ എന്ന് പറയുന്ന പോളിനോമിയൽ ആയതിനാൽ എന്ത് പറയാം? എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ അതർ പോയിന്റ്സ്. മറ്റുള്ള പോയിന്റ്സിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഈ ഒരു ലൈനും കൂടി നമ്മൾ എഴുതണം. പോളിനോമിയൽ ആയതിനാൽ അത് കണ്ടിന്യൂസ് ആണെന്ന് കൂടി എഴുതണം. ക്വസ്റ്റ്യൻ അങ്ങനെ ആയതുകൊണ്ട്. ഈസ് ദ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് x = 2 എന്നായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്, കണ്ടിന്യൂസ് ആണോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റും കൂടി എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ f(x) = x⁴ + 5 if x not equal to 0, 1 if x is equal to 0. ഇവിടെ നമുക്ക് x ലെസ് ദാൻ എന്നും അല്ലെങ്കിൽ x ഗ്രേറ്റർ ദാൻ എന്നും സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ലിമിറ്റ് കണ്ടുപിടിക്കുക. ഒരുമിച്ച് ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ലിമിറ്റും വാല്യൂ ഓഫ് ദ ഫംഗ്ഷനും കാണുക. വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് ഇവിടെ പ്രശ്നമുള്ളത്? അപ്പോൾ 0 ആണ്. അപ്പോൾ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(0). അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നു. അത് രണ്ട് ഈക്വൽ ആണോ എന്ന് നോക്കുന്നു. ഈക്വൽ ആണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് എന്ന് എഴുതും.
ആ പോയിന്റിൽ കണ്ടിന്യൂസ് എന്ന് എഴുതും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്നാണ്. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട് ഈസ് നോട്ട് കണ്ടിന്യൂസ്. അപ്പോൾ ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂം സെയിം അല്ലെന്നാണ് കാണേണ്ടത്. ഇവിടെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ സെപ്പറേറ്റ് LHS ലിമിറ്റ് എന്നും RHS ലിമിറ്റ് എന്നും കാണേണ്ട ആവശ്യമില്ല. ഒരുമിച്ച് ലിമിറ്റ് കണ്ടുപിടിക്കുന്നു, ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇത് രണ്ടും സെയിം ആണോ എന്ന് നോക്കുന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതിയാൽ മതി. പ്ലസ് ഒന്നും മൈനസ് ഒന്നുമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 f(x) ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടുത്തെ ഫംഗ്ഷൻ ഏതാ? x⁴ + 5. ലെസ് ദാനിലും ഗ്രേറ്റർ ദാനിലും ഈ ഫംഗ്ഷൻ സെയിം തന്നെയാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് കാണുന്നത് എക്സ് ഉള്ള സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 0⁴ + 5 0 + 5 എന്ന് വരും. 5 എന്ന് കിട്ടിയ ആൻസർ. ഇനി നമുക്ക് കിട്ടേണ്ടത് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ കാണേണ്ടത് ഇവിടെ ഏതാണ് പോയിന്റ്? 0 ആണ്. അപ്പോൾ 0 ആണെങ്കിൽ f(0) ഡയറക്റ്റ് കാണുക, ലിമിറ്റ് ഒന്നും എഴുതാതെ തന്നെ f(0) എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് f(0) കണ്ടുപിടിക്കുന്നത് ഈക്വൽ സൈൻ ഉള്ളിടത്തു നിന്നാണ്. ഇവിടെ ഈക്വൽ സൈൻ ഉള്ളത് ഇവിടെയാണല്ലോ. അപ്പോൾ ഇവിടെ നേരിട്ടുള്ള ആ ഫംഗ്ഷൻ ഏതാ? ഇവിടെ 1 ആണ്. 1 എന്ന് എഴുതുക. f(0) = 1. ഇപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 5x എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വാല്യൂ 1ൻ്റെ കൂടെ x എന്നൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ 1 തന്നെ ഉള്ളൂ. അപ്പോൾ ആ 1 ഇങ്ങെടുത്ത് എഴുതിയാൽ മതി. 1. ഇപ്പോൾ എക്സ് ഉണ്ടായിരുന്നെങ്കിൽ എക്സിന് വാല്യൂ കൊടുക്കണമായിരുന്നു. ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതങ്ങ് എഴുതിയാൽ മതി. ഈ രണ്ട് കിട്ടിയ ആൻസറും സെയിം ആണോ? സെയിം അല്ല. അതുകൊണ്ടത് കണ്ടിന്യൂസ് അല്ല എന്ന് കൂടി എഴുതണം. ലിമിറ്റ് നോട്ട് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ. അതുകൊണ്ട് എന്താ പറയുക? ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് ഇവിടെ അറ്റ് എക്സ് = 0. അടുത്ത ക്വസ്റ്റ്യൻ, ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ f(x) = 5x + 2 അറ്റ് x = 2 എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ അവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൊന്നും തന്നിട്ടില്ല, ഒരു ഫംഗ്ഷനായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലിമിറ്റ് കണ്ടുപിടിക്കുന്നു, ഫംഗ്ഷൻ വാല്യൂ കാണുന്നു, വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ, വാല്യൂ ഓഫ് ഫംഗ്ഷൻ കാണുന്നു. അപ്പോൾ അത് രണ്ടും സെയിം ആണോ അല്ലയോ എന്ന് നോക്കുന്നു. സെയിം ആണെങ്കിൽ അതെന്ത് പറയും? കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇവിടെ ലിമിറ്റ് കാണുമ്പം LHS ലിമിറ്റൊന്നും RHS ലിമിറ്റൊന്നും ഇല്ല. അതെപ്പോഴാണ് വരുന്നത്? സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ, ലെസ് ദാനെന്നും ഗ്രേറ്റർ ദാനെന്നും ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ലിമിറ്റ് കാണുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2. ഇവിടെ 2 എന്നുള്ള പോയിന്റ് ആയതുകൊണ്ടാണ് നമ്മൾ 2 എന്ന് എടുക്കുന്നത്. f(x) = ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ 2 വരും. 2 ലിമിറ്റ് എക്സ് ടെൻസ് ടു 2, അവിടുത്തെ ഫംഗ്ഷൻ 5x + 2. ഇത് വാല്യൂ ഇനി കാണുന്നതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് കാണുന്നത് എങ്ങനെയാണ്? ഈ എക്സ് ഉള്ളിടത്തെല്ലാം 2 ഇടുന്നു. അപ്പോൾ 5 × 2 + 2. അപ്പോൾ ആൻസർ 12. ഫംഗ്ഷൻ വാല്യൂ അല്ലെ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ f(2) ആണ് വരുന്നത്. f(2) കാണുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നേരിട്ട് കണ്ടുപിടിക്കുകയാണ്. ഇവിടുത്തെ ഫംഗ്ഷൻ 5x + 2 ആണ്. അപ്പോൾ അവിടെ ആ എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ 5 × 2 + 2, അപ്പോൾ അത് 12 കിട്ടി. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. സെയിം ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ എന്താ? ഇത് രണ്ടും സെയിം ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ലിമിറ്റ് = ഫംഗ്ഷൻ വാല്യൂ, കണ്ടിന്യൂസ് അറ്റ് x = 2. അപ്പോൾ ഇത് 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷന് കൂടെ വേറൊരു ഫംഗ്ഷനും വരുവാണെങ്കിൽ cos(x)² അല്ലെങ്കിൽ മോഡുലസ് ഓഫ് cos(x) അല്ലെങ്കിൽ sin ഓഫ് x², അങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷൻ്റെ കൂടെ വേറൊരു ഫംഗ്ഷനും കൂടി, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് പഠിച്ചു വെക്കണം. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? f(x) = 3 അല്ലെങ്കിൽ f(x) = 5. ജനറലായിട്ട് പറയുകയാണെങ്കിൽ f(x) = a കോൺസ്റ്റൻറ്റ് k. ഇങ്ങനെ വരുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ f(x) = mod x. mod x-ൻ്റെ ഗ്രാഫ് നിങ്ങൾക്കറിയാം. mod x-ൻ്റെ ഗ്രാഫ് V ഷേപ്പാണ്. V ഷേപ്പ്. അപ്പോൾ ചില ഗ്രാഫുകൾ തന്നാലും നമ്മൾ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബ്രേക്ക് കാണത്തില്ല. ബ്രേക്ക് ഇല്ലെങ്കിൽ, അതായത് മുറിഞ്ഞിട്ട് കാണത്തില്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പേന ലിഫ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഗ്രാഫ് വരച്ച് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ഗ്രാഫ് ഞാൻ വരയ്ക്കുന്നതാണ്, ഇങ്ങനെ വന്നിട്ട് ബ്രേക്ക് ഉണ്ട് ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ആ എല്ലാ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് വരച്ച് നോക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂവും കണ്ടുപിടിച്ച് ഈക്വൽ ആണോ എന്ന് നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ ചെയ്യും. ഈ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്
കണ്ടിന്യൂസ് ആണ്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇൻ ഇറ്റ്സ് ഡൊമൈൻ, തന്നിരിക്കുന്ന ഡൊമൈൻ, അതിൻ്റെ എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. എവിടെയാ? ഇൻ ഇറ്റ്സ് ഡൊമൈൻ. അടുത്ത പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഒരു 1-2 റിസൾട്ടും കൂടി നമുക്ക് അറിയണം. ഒരു എഫും ജിയും 2 കണ്ടിന്യൂസ് റിയൽ ഫംഗ്ഷൻസ്, then f minus g is continuous, f plus g is continuous, fg is continuous, alpha into f is continuous, f by g is continuous, g not equal to 0. എന്ന് പറഞ്ഞാൽ എഫും ജിയും 2 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ സമ്മും അതിൻ്റെ ഡിഫറൻസും അതിൻ്റെ പ്രോഡക്റ്റും ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒരു ഡിവിഷനും എഫ് ബൈ ജിയും എല്ലാം എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് കോമ്പോസിഷൻ ജി ഈസ് കണ്ടിന്യൂസ്. കോമ്പോസിഷനും 2 എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് എസ് സ്ക്വയർ ഈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഇതിനെ കോസ് ഓഫ് എസ് സ്ക്വയർ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് 2 ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഇരിക്കട്ടെ, കോസ് എക്സും എസ് സ്ക്വയറും രണ്ടായിട്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ജി എന്ന് വെച്ചെന്നും പേരും കൊടുത്തു. അപ്പോൾ ജി കോമ്പോസിഷൻ എച്ച് എടുത്താൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കോസ് ഓഫ് എസ് സ്ക്വയർ കിട്ടുന്നുണ്ട്. അപ്പം നമുക്കറിയാം ഈ കോസ് എക്സും എസ് സ്ക്വയറും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കോസ് എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണല്ലോ, എസ് സ്ക്വയർ പോളിനോമിയൽ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. ദെർഫോർ ദർ കോമ്പോസിഷൻ ഈസ് ആൾസോ കണ്ടിന്യൂസ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കോമ്പോസിഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് കോസ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ഇത്ര എഴുതി വെച്ചാൽ മതി നമുക്ക്. ജി ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? കോസ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വരും. അതെന്തായിരിക്കും? കണ്ടിന്യൂസ് എന്നായിരിക്കും. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഏതൊക്കെ ഫംഗ്ഷൻ്റെ കോമ്പോസിഷനാണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് അത് 2 കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇത്രയൊന്ന് എഴുതി വെച്ചാൽ മതി ഇത്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബോക്സ് എക്സ്. അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ് ബോക്സ് എക്സ് എന്ന് പറഞ്ഞാൽ. ഈസ് എഫ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഈസ് എക്സ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുമ്പോൾ ഫംഗ്ഷൻ ഇവിടെ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടൊന്നുമില്ല. നമുക്ക് ഫംഗ്ഷൻ തന്നേക്കുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്ന് തന്നിട്ടുണ്ട്. പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ലിമിറ്റും അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂം. അപ്പോൾ അങ്ങനെ നമുക്ക് ലിമിറ്റ് കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ LHS ലിമിറ്റും RHS ലിമിറ്റും ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം കണ്ടുപിടിക്കണം. കാരണം ഇത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ചെയ്യണമെങ്കിൽ. സി ഒരു ഇൻറ്റിജർ ആണെങ്കിൽ, അതായത് നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നല്ലേ എടുത്തത്, അപ്പോൾ അത് എക്സ് ഇസ് ഈക്വൽ ടു സി എന്ന് കൺസിഡർ ചെയ്യാൻ ജനറലായിട്ട് റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട്. അതായത് സി ഒരു ഇൻറ്റിജർ ആകാം. ഈ സി എന്ന് പറയുന്നത് ഇൻറ്റിജർ ആകാം, അല്ലെങ്കിൽ അത് ഡെസിമൽ ആകാം. അപ്പോൾ സി ഇപ്പോൾ 2ന് പകരം 2.5 ആകാമല്ലോ. അപ്പോൾ ഇൻറ്റിജർ ആണെങ്കിൽ നമുക്ക് എന്താ ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ C-1 വരും. റൈറ്റ് സൈഡ് ലിമിറ്റ് സി വരും. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റും. ഇവിടെ 2, ഇവിടുത്തെ ഒരു റൈറ്റ് സൈഡിലുള്ള ഒരു വാല്യൂ 2.1 എടുക്കാം, ലെഫ്റ്റ് സൈഡിലുള്ളത് 1.9. അപ്പോൾ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ നോക്കാം. 1.9ൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് 1 ആണ്. 2.1ൻ്റെ എന്താ വരുന്നത്? 2 ആണ് വരുന്നത്. അപ്പോൾ ഇത് 2 ഈക്വൽ അല്ല. ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് എടുത്താലും റൈറ്റ് സൈഡ് ലിമിറ്റ് എടുത്താലും ഇത് സെയിം ആയിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് റിസൾട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എളുപ്പമായിരിക്കും. C-1 ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും. 2ൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 1 ആണ് പോകുന്നത് അല്ലേ, 1 എന്ന് വരുന്നുണ്ട്. അപ്പോൾ 1ഉം റൈറ്റ് സൈഡിൽ ലിമിറ്റ് എടുക്കുമ്പോൾ 2 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു വെക്കാം. C-1 വരും, ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ലിമിറ്റ് C. ഇതറിയാമെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങ് ചെയ്യാൻ പറ്റും. അപ്പോൾ സി ഇൻറ്റിജർ അല്ലെങ്കിൽ ഇപ്പോൾ സിയുടെ വാല്യൂ ഇപ്പോൾ സി എന്ന് പറയുന്നത് 2.3 എടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞ ഒരു വാല്യൂ 2.4, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 2.2. അപ്പോൾ ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ അടുത്തത് എടുത്തേക്കുന്നത് ഇൻറ്റിജർ അല്ല, ഒരു സി എടുത്തേക്കുന്നത് C= 2.3 എടുത്തു. അപ്പോൾ അത് 2നും 3ക്കും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. സി ഡെസിമലാണ്, അപ്പോൾ ഇൻറ്റിജർ അല്ല. അപ്പോൾ ഇതിൻ്റെ ഈ സിയുടെ 2.3 റൈറ്റ് സൈഡിലുള്ളത് 2.4, ലെഫ്റ്റ് സൈഡിലുള്ളത് 2.2. അപ്പോൾ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള എടുക്കുമ്പോൾ എന്താ വരുന്നത്? ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ 2, ഇതിൻ്റെ റൈറ്റ് സൈഡിലുള്ള നമ്പറിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ എന്ത് വരും? 2.4ൻ്റെ കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? 2 വരുന്നത്. രണ്ട് സെയിം ആയിട്ട് വരും.
അപ്പോൾ അത് നമുക്കൊന്ന് എഴുതണം. സി ഇൻറ്റിജർ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ലിമിറ്റും റൈറ്റ് സൈഡ് ലിമിറ്റും സെയിം ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ഗ്രാഫ് സ്റ്റെപ്പ് ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇൻറ്റിജർ പാർട്ടിലാണ് ഇവിടെ ബ്രേക്ക് വരുന്നത്. ഇൻറ്റിജർ വരുന്നിടത്താണ് ഇവിടെ ബ്രേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിൽ ഡെസിമൽ നമ്പേഴ്സ് വരുമ്പോൾ അവിടെ കണ്ടിന്യൂസ് ആണ് ആ ഗ്രാഫ്. അപ്പോൾ പ്രശ്നമുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജറിലാണ് അവിടെ ഒരു ബ്രേക്ക് വരുന്നത്. എവിടെയൊക്കെയാണ് വരുന്നത്? 1ലും 2ലും 3ലും എല്ലാം അതവിടെ ബ്രേക്ക് വരുന്നുണ്ട്. നമ്മളുടെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മളിവിടെ പ്രത്യേകം ചോദിച്ചേക്കുന്നത് 2വിൽ അത് കണ്ടിന്യൂസ് ആണോ? നമുക്ക് ചെയ്യാതെ തന്നെ അറിയാം 2വിൽ അവിടെ ബ്രേക്ക് ഉണ്ട്. 2 ഒരു ഇൻറ്റിജറാണ്. ഇൻറ്റിജർ ആണ് അല്ലേ? ഇൻറ്റിജർ ആണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് ലിമിറ്റ് നമ്മൾ എഴുതി വെച്ചായിരുന്നു എന്താ? C-1ഉം റൈറ്റ് സൈഡ് ലിമിറ്റ് C ആണെന്ന് എഴുതി. ഇവിടെ 2 ആയതുകൊണ്ട് 2 - 1 എന്ന് വരും. അതായത് 1 വരും. ഈ റൈറ്റ് സൈഡ് ലിമിറ്റോ C തന്നെ വരും. അപ്പോൾ അതായത് 2. അപ്പോൾ അത് 1 എന്നും 2 എന്നും വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെന്തല്ല, LHS ലിമിറ്റും RHS ലിമിറ്റും സെയിം അല്ല. അപ്പോൾ അത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റെപ്പ് എഴുതി ചെയ്യാം. ജനറലായിട്ട് നമുക്ക് എന്ത് എഴുതാം? ലേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എനി ഇൻറ്റിജർ വാല്യൂസ് ഓഫ് എക്സ്. ഒരു ഇൻറ്റിജറിൽ അത് കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാം. ഇനി പ്രത്യേകം പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു നമ്പറിൽ മാത്രം ചെയ്യാൻ പറഞ്ഞാൽ LHS ലിമിറ്റും RHS ലിമിറ്റും എടുത്ത് ചെയ്യണം. അപ്പോൾ അത് ഇൻറ്റിജർ ആകുമ്പോഴാണ് പ്രശ്നം. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര, അല്ലെങ്കിൽ 0, -1, -2 എക്സെട്ര, ഇങ്ങനെയുള്ള നമ്പേഴ്സിലാണ് അവിടെ ഡിസ്കണ്ടിന്യൂസ് വരുന്നത്. അപ്പോൾ LHS ലിമിറ്റും RHS ലിമിറ്റും അവിടെ ഈക്വലായിട്ട് വരത്തില്ല ചെയ്യുമ്പോൾ. എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് A and B such that the function defined by f of x is equal to 5 if x less than or equal to 2, x plus b if 2 less than x less than 10, 21 if x less greater than or equal to 10 is a continuous function. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്താ അറിയാം, ഇവിടുത്തെ 2 എന്ന് പറയുന്ന പോയിന്റിലും ഈ 10 എന്ന് പറയുന്ന പോയിന്റിലും എല്ലാം അത് കണ്ടിന്യൂസ് ആയിരിക്കും. എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ എന്ന് വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കാണുമെന്ന് പറഞ്ഞതിന് ശേഷം സ്റ്റെപ്പിലേക്ക് പോകാം. ഈ 2 ഇല്ലേ, 2 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ 5 മാത്രമേ ഉള്ളൂ. ഇവിടെ 5x എന്നായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 എടുത്ത് ഇവിടെ എക്സിൻ്റെ ഇവിടെ കൊടുക്കാമായിരുന്നു. ഇവിടെ എക്സ് ഒന്നും ഇല്ല, 5 മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 എടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ 5 ആണ്. അപ്പോൾ നമുക്ക് അവിടുന്ന് 5 എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ 2 ഇവിടുത്തെ 2 ഈ ഫംഗ്ഷനിൽ കൊടുക്കുന്നു. ഇല്ല, എക്സിൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കുന്നു. A × 2 അപ്പോൾ എന്ത് വരും? 2A + B എന്ന് വരും. ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് 2വിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കൂലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 is equal to 2A + B എന്ന് എഴുതാമല്ലോ. ഇനി ഇതുപോലെ തന്നെ അടുത്ത പോയിന്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 10 ആണ്. ഈ 10ലും കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് 10ലും കണ്ടിന്യൂസ് ആയിരിക്കും. ഈ 10 എടുത്ത് ഈ ഇവിടെ കൊടുക്കുക, ലെഫ്റ്റ് സൈഡിലെ ലിമിറ്റ്. അപ്പോൾ എന്ത് വരും? 10A + B എന്ന് വരും. ഈസ് ഈക്വൽ ടു ഈ 10 എടുത്ത് ഇവിടെ കൊടുക്കുക. ഇവിടെ 21 മാത്രമേ ഉള്ളൂ. ഇവിടെ എക്സ് ഇല്ല. എക്സ് ഉണ്ടായിരുന്നെങ്കിൽ എക്സ് ഉള്ള സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്തേ? 21x എന്നായിരുന്നെങ്കിലോ 10 എടുത്ത് ഇവിടെ കൊടുക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ എക്സ് ഇല്ല. അപ്പോൾ 21 എന്ന് മാത്രമാണ് കിടക്കുന്നത്. അപ്പോൾ ആ വാല്യൂ ഇങ്ങ് എടുത്ത് എഴുതിയാൽ മതി. ഈക്വൽ ടു 21. അതായത് 10 എടുത്ത് ഈ ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് ആ വാല്യൂ അങ്ങ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. 2 at x is equal to 2ൽ LHS ലിമിറ്റ് എൻ്റെ സിമ്പിൾ ഇട്ടു. ലിമിറ്റ് x ടെൻസ് ടു 2 മൈനസ് f of x. ലിമിറ്റ് x ടെൻസ് ടു അവിടുത്തെ ഫംഗ്ഷൻ 5 ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ 5 എടുത്ത് എഴുതി. ഇവിടെ x ഒന്നും ഇല്ല, അതുകൊണ്ട് ആ 5 തന്നെ ആൻസർ വരും. ഇനി റൈറ്റ് സൈഡ് ലിമിറ്റ് RHS ലിമിറ്റ്. RHS ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ അവിടുത്തെ ഫംഗ്ഷൻ? ax + b ആണ്. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു എൻ്റെ സിമ്പിൾ 2 പ്ലസ് RHS എന്നറിയാൻ വേണ്ടിയിട്ടാണ് f of x. ലിമിറ്റ് x ടെൻസ് ടു 2 അവിടുത്തെ ഫംഗ്ഷൻ ഏതാ? ax + b. ax + b എന്ന് എഴുതി. അപ്പോൾ 2 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2a + b എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് LHS ലിമിറ്റും RHS ലിമിറ്റും ഇക്വേറ്റ് ചെയ്യാം. സിൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, LHS ലിമിറ്റ് ഈസ് ഈക്വൽ ടു RHS ലിമിറ്റ്. 5 ഈസ് ഈക്വൽ ടു 2a + b. അതിന് ഇക്വേഷൻ നമ്പർ നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. അടുത്ത പോയിന്റ് ഇതുപോലെ നമുക്ക് ചെയ്യാം. അടുത്ത പോയിന്റ് 10 ആണല്ലേ. 10ൽ ഇതുപോലെ എഴുതാം. 10ൽ LHS ഫംഗ്ഷൻ ഏതാ? ax + b ആണ്. RHSലെ ഫംഗ്ഷൻ 21. ഇത് രണ്ടുമാണ് നമ്മൾ എഴുതുന്നത്. LHS ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 10 മൈനസ് f of x.
അവിടുത്തെ ഫംഗ്ഷൻ എ എക്സ് പ്ലസ് ബി. 10 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10a പ്ലസ് ബി. RHS ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 10. അവിടുത്തെ ഫംഗ്ഷൻ 21 ആണ്. അപ്പോൾ 21. ഇപ്പോൾ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 10. LHS ലിമിറ്റ് ഈസ് ഈക്വൽ ടു RHS ലിമിറ്റ്. 10a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 21. ഇക്വേഷൻ നമ്പർ 2. സോൾവിങ് ഇക്വേഷൻ നമ്പർ 1 and 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്നോട് എടുത്ത് എഴുതി 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. രണ്ടാമത്തെ ഇക്വേഷൻ 10a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 21. 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 10 മൈനസ് 2. അപ്പോൾ 8 എന്ന് വരും. ബിയും കട്ടായി പോയി. 21 മൈനസ് 5. ഞാനിവിടെ 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ 16 വരും. അപ്പോൾ 8a ഈസ് ഈക്വൽ ടു 16. അപ്പോൾ a ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഈ 2 എടുത്ത് ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 2a പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5 എന്നായിരുന്നു. അപ്പോൾ അതിൽ കൊടുക്കുമ്പോൾ എക്ക് കിട്ടിയ വാല്യൂ 2 കൊടുക്കുമ്പോൾ നമുക്ക് 4 പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5, ബി ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ എക്കും ബിക്കും വാല്യൂ കിട്ടി. ക്വസ്റ്റ്യൻ കണ്ട് സ്റ്റെപ്പൊക്കെ എഴുതി ചെയ്യുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും അത് എളുപ്പമാണ്. ഇവിടെ സിമ്പിളൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലിമിറ്റിൻ്റെയൊക്കെ എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ 2 എടുത്ത് ഇവിടെ കൊടുക്കുക, ഈ 2 എടുത്ത് ഇവിടെയും കൊടുക്കുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ആ കിട്ടുന്ന രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ 10 എന്നുള്ള പോയിന്റാണ്. 10 ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ കൊടുക്കുന്നു, ഇവിടെയുള്ള 10 എടുത്ത് ഇവിടെയും കൊടുക്കുന്നു. അപ്പോഴൊരു ഇക്വേഷൻ കിട്ടും. ഇത് രണ്ടും കൂടി സോൾവ് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യാനുള്ളത്. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കണ്ടിന്യൂറ്റിയിലെ വരാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാനുള്ളതാണ്. അതുപോലെ ഇനി ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, താങ്ക് യു.